പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു. ഈശോനാഥ, ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം തന്നനുഗ്രഹിക്കുകയും ഈ പകൽക്കാലത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ തന്നനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവേ, ഈ രാത്രിയുടെ യാമം വരെയും ഞങ്ങളെ പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ഒരുക്കി തരികയും ആപത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും കർത്താവിൻ്റെ കരം ഞങ്ങളോടൊപ്പം കൂടെ ഇരുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു നാഥാ. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ച് വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹം മറ്റുള്ള മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ തരുന്ന ആ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു പിതാവേ. കേൾക്കുന്നതിന് മുൻപായിട്ട് ഒരു തിരുവചനം വായിച്ച് ധ്യാനിക്കാം. ഞാൻ എടുത്തത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 15-ാം അധ്യായമാണ്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവിൻ്റെ വചനം. നമുക്ക് ഈ തിരുവചനം 5 മിനിറ്റ് നേരം ധ്യാനിച്ച് ഈശോയ്ക്ക് നന്ദിയുള്ള മക്കളായിട്ട് ഈ രാത്രിയിൽ നമുക്ക് കിടന്നുറങ്ങാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കോട്ട കെട്ടണമേ അപ്പാ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല നിദ്ര തന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോപ്പാ, ഒരു കള്ളന്മാർ കടന്നു വരുവാനോ ഒരു പൈശാചിക ശക്തികളോ ഒരു അന്ധകാര ശക്തികളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെ ഉപദ്രവിപ്പാനോ ഞങ്ങളുടെ കാമ്പൗണ്ടിൽ കടന്നുകൂടുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് പരിപാലിച്ച് അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ നാഥാ. ഞങ്ങളെ ആരെങ്കിലും ഈ രാത്രിയിൽ അങ്ങേപ്പക്കൽ എടുക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വിശുദ്ധിയുള്ള മക്കളായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ നാഥാ. ഞങ്ങൾക്ക് നാളൊരു പുലർക്കാലം തരുന്നെങ്കിൽ ദൈവനാമം വിളിച്ചപേക്ഷിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കുവാനുമുള്ള കൃപാനുഗ്രഹം ഞങ്ങൾക്ക് ഓരോ മക്കൾക്കും തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് 4 ചുറ്റും കുരിശ് വരച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങാം. ആമേൻ.